പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. മക്കളെ, സംഗീത ആരാധനകൾ നടക്കുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധയുണ്ടാകണം. സാധാരണ നമ്മൾ പറയുന്ന പ്രാർത്ഥനയെക്കാളും അഭിഷേകം നിലവാരം കൂടുതൽ സംഗീതാരാധനയ്ക്കാണ്. സംഗീതാരാധന പെട്ടെന്ന് വരത്തില്ല. കർത്താവ് നമുക്ക് തന്നാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം നമുക്ക് പറ്റുന്നത് അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്ന് മനസ്സ് നിറഞ്ഞ് മറന്നങ്ങ് അതിൻ്റെ ഭാഗമായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ കരസ്പർശവും കിട്ടണത്. കർത്താവ് നമ്മുടെ ആരാധന ഒരു വല്ലാത്ത അനുഭവമാണ്. ചങ്ങല പൊട്ടിയതൊക്കെ എല്ലാം അപ്പോസ്തലന്മാർ സ്വതന്ത്രരായതെല്ലാം അവരുടെ കൈവിലങ്ങ് കിലുക്കി പാടിയപ്പോഴാണ്. കൈവിലങ്ങുകൾ ആരാധിക്കുമ്പോൾ മുറിഞ്ഞു പോകുമെന്നുള്ളത് അപ്പോസ്തല ആത്മീയതയുടെ അറിവടയാളമാണ്. നമുക്ക് പല കൈവിലങ്ങുകളുണ്ടാകും. കൈവിലങ്ങുകളില്ലേ? പൗലോസും ശീലാസും കൂടി ജയിലിൽ കയ്യാമം വെച്ച് കിടക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം, ആ കൈ ചങ്ങലകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കിലുക്ക്, എന്നിട്ട് കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരതിൽ പാർക്കുന്നാൾ അവനൻ ബലം എന്ന് പറഞ്ഞ് അവർ പാടും. അതാണ് അതിൽ നിന്നാണ് നമുക്ക് ആ പാട്ട് കിട്ടണത്. ബലഹീനമാകുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസി ആരാധിച്ചേറ്റ് പറയേണ്ട സംഭവമാണ് കർത്താവാണ് എൻ്റെ ബലമെന്ന്. ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ബലം. എൻ്റെ ബലം. കർത്താവാണ് എൻ്റെ ബലം. എൻ്റെ ബലം. നമ്മളുടെ ബലങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുടെ കൈവിലങ്ങുകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം പല കാര്യങ്ങൾക്കും നമ്മൾക്ക് കൈവിലങ്ങെന്ന് പറയുമ്പോൾ ചില പറയല്ലേ, എൻ്റെ കൈയും കാലും കെട്ടിയിരിക്കണമെന്ന് പറയത്തില്ലേ? എങ്ങനെ എന്ത് ചെയ്യാനാ? എൻ്റെ കൈയും കാലും കെട്ടിപ്പോയില്ലേ? മറ്റുള്ളവരൊക്കെ വേദനയും രോഗവും ഒക്കെ പറയുമ്പോഴേ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സന്മനസ്സുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ? എൻ്റെ കൈയും കാലും കെട്ടിപ്പോയില്ലേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ സാമ്പത്തിക സ്രോതസ്സ് അടഞ്ഞു പോയില്ലേ എന്ന് എൻ്റെ അർത്ഥം അവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള കൈവിലങ്ങുകളുണ്ട് ഇല്ലേ? പലതരത്തിലുള്ള. പക്ഷേ ഇതെല്ലാം കിലുക്കി പാടാനുള്ളതാണ്, അല്ലാതെ അത് കൊടുത്തിട്ട് നിലയും പിടിച്ച് വീട്ടിൽ കുത്തിയിരിക്കാനുള്ളതല്ല. വിശ്വാസി എന്ന് പറയുമ്പോൾ വേറെ ഒരു സംഭവമാണ്. കാര്യം ഇങ്ങനെയുള്ള കൈവിലങ്ങുകളെല്ലാം വേദനകളെല്ലാം അവൻ കിലുക്കി പാടിക്കൊണ്ട് അതിനെ കർത്താവിൻ്റെ ദൂതൻ വന്നത് പൊട്ടിക്കുന്നവരെ അവൻ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ, വിശ്വാസിയെ പതറാതെ വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ ശ്രദ്ധിക്കട്ടെ, അതിശക്തമായി ശ്രദ്ധിക്കട്ടെ, പക്ഷാപടത്തോടെ ശ്രദ്ധിക്കട്ടെ. കൈയടിച്ചുകൊണ്ട് ഒരുമിച്ച് പാടുക. വിശ്വാസത്തിനാൽ വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് വിശ്വാസിയെ പതറാതെ എന്ന് പറയണത്? അത് വിശ്വാസ കോടികളുടെ ആത്മീയ ആവേശമായ ദൈവത്തിൻ്റെ അഭിഷിക്തനായ യേശു മിശിഹായെ ജനക്കൂടി അനുഭവിച്ചിട്ട് അവർ പാടിയ പാട്ടാണിത്. ഇക്കാലങ്ങളിൽ നമുക്കതുപോലെ വേദനകളുണ്ടെങ്കിൽ അവർക്കുണ്ടായ അനുഭവത്തിൽ നമുക്ക് അവകാശം കിട്ടുമെന്നാണ് ഉടമ്പടി പറയണത്. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുകയില്ലേ? അങ്ങനെ ലോകത്ത് ഒരു സ്ഥലമില്ലല്ലോ, ഉണ്ടോ? കർത്താവുമായി നമ്മളൊരു കക്ഷി, കർത്താവ് വേറെ ഒരു കക്ഷി. ആൻഡ് ബൈലാറ്ററൽ വി ആർ ഡൂയിങ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിബി എന്നും പറഞ്ഞൊരു ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. റിബി ജോസഫ്, ചാലക്കുടിയിൽ നിന്നും. അപ്പോൾ അവർക്ക് 17 അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സർക്കാരിൽ നിന്ന് ജോലി കിട്ടുക എന്നുള്ളത്. പക്ഷേ ഏജ് ഇങ്ങനെ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. 17 വർഷമായി അവർ ഇത് പാസ്സായിട്ട്, BEd പാസ്സായിട്ട്. ഇപ്പോഴും കേട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു മോഹം അവസാനം അസ്തമിച്ചു. ഏത്? സർക്കാരിൽ നിന്നൊരു ജോലി കിട്ടുന്നത്. കാരണം വയസ്സ് 17 ആയില്ലേ, ഇപ്പം 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. പക്ഷെ എങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. സർക്കാരിൽ നിന്ന് ജോലി കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ എവിടുന്നെങ്കിലും ഒരു ജോലി കിട്ടണം. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ കുടുംബത്തിലെ ചിലവിന് എന്തെങ്കിലും ഒരു വരുമാനം താനും കണ്ടുപിടിക്കണമെന്നുള്ള ഒരു ചിന്തയിൽ ടീച്ചർ അങ്ങനെ ഇരുന്നപ്പോൾ ടീച്ചർ വിചാരിച്ചു എന്നാൽ പോയി ഉടമ്പടി ചെയ്യാമെന്ന്. അത് ഓരോ മനുഷ്യരുടെ വരണ്ട കമ്പുകളൊക്കെ പൂക്കണ കണ്ടു കഴിഞ്ഞാലേ ബൈബിൾ എന്ത് രസമാണെന്ന് തോന്നുന്നു. മാസത്തിൽ ടീച്ചർ ഇങ്ങനെ ചിന്തിച്ചതേ ഉള്ളൂ. എങ്ങനെ എവിടുന്നെങ്കിലും സർക്കാർ ജോലി ഇനി കിട്ടത്തില്ല. അവർ തീരുമാനിച്ചു, ഫുൾ സ്റ്റോപ്പായി. നിങ്ങൾ ഒരു ഫുൾ സ്റ്റോപ്പൊന്നും ഇടരുത് കേട്ടോ, കോമ ഇട്ടാൽ മതി. ജീവിതത്തിനെ ഒന്നിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടരുത്, കോമ ഇട്ടാൽ മതി. കർത്താവിന് ഇനി എഴുതി ചേർക്കാനുണ്ടാവും. കൈയിടിച്ച് കർത്താവിനെ സ്വത്തുക്കടലിയ വിശ്വാസത്തിൻ്റെ ആ നീതിമാൻ ജീവിക്കുന്നു പറയണതേ ബൈബിളിൻ്റെ പ്രഖ്യാപിതമായ ഒരു സമീപന രീതിയാണ്. എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങണത് ഉൽപ്പത്തി എന്നാണ് തുടങ്ങണത്. ഉൽപ്പത്തി 15:6 തൊട്ടിങ്ങനെ എബ്രഹാത്തിൻ്റെ വിശ്വാസത്തെ ബൈബിളിങ്ങനെ ഉയർത്തി ഉദിച്ചു വരണതുണ്ട്. മനുഷ്യരാശിയുടെ പ്രത്യാശ ഉദിച്ചു വരണത് എബ്രാഹത്തിലൂടെയാണ്. എബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവനെ അത് നീതിയായി പരിഗണിച്ചു. 15:6 കൈയിടിച്ച് കർത്താൻ. റോമ 1:17 എബ്രാഹത്തിൽ ഏറ്റവും കൂടുതൽ കുഴിച്ച് സ്വർണം എടുത്തിട്ടുള്ളത് പൗലോസ് അപ്പോസ്തലനാണ്. എബ്രാഹാം എന്ന് പറയുന്നത് വലിയൊരു മൈനാണ്, വലിയൊരു സ്വർണ്ണ. വിശ്വാസികൾക്ക് എക്കാലവും കുഴിച്ചാലും തീരാത്ത ഒരു സ്വർണ്ണഖനിയാണ് എബ്രാഹാം. എബ്രാഹത്തിനെ പക്ഷേ കുഴിച്ചെടുക്കാനും അതിൻ്റെ സ്വർണവും രത്നവും ഒക്കെ എടുക്കാൻ അതിന് പ്രത്യേകമായ സാങ്കേതിക വിദ്യ വേണ്ട. അത് പക്ഷേ അത് പൗലോസിനാണ് ദൈവം അതിൻ്റെ സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. പൗലോസ് 2 സ്ഥലത്ത് പറയും. ഒന്ന് എബ്രാഹത്തിനെ കൊട്ട് ചെയ്തുകൊണ്ട് റോമ 1:17 പറയും, നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കാം. റോമായിലാണ് ഈ മനുഷ്യൻ ലേഖനം എഴുതാൻ തുടങ്ങണത്. റോമ ലേഖനം. ഈ മനുഷ്യൻ ലേഖനം അവസാനിക്കുന്നത് ഹെബ്രായ ലേഖനമാണ്. ഇതിനിടയ്ക്ക് ഒരു അഡീഷൻ ചേർക്കും പുള്ളിക്കാരൻ. ഇങ്ങനെ റോമായിലാണ് പുള്ളി ലേഖനം എഴുതാൻ തുടങ്ങണത്. എബ്രാഹത്തിനെ വെച്ചാണ് പുള്ളി തീസിസ് എത്തുന്നത്. എബ്രാഹാം വല്ലാത്തൊരു അഭിഷേകമായി മനുഷ്യനിങ്ങനെ പടർന്നിരിക്കുക. അവിടെ റോമായി ലേഖനം എഴുതുമ്പോൾ എബ്രാഹത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യരാശി നടന്നെടുക്കേണ്ടതും കുഴിച്ച് കണ്ടെത്തേണ്ടതുമായ ഒരു ദൈവികമായ അനുഭവങ്ങളുടെ കലവറായ എബ്രാഹത്തെ തുടങ്ങണമെന്നാണ് പൗലോസ് പറയണത്. പക്ഷേ പൗലോസ് ആ ലേഖനം അവസാനിപ്പിക്കുമ്പോഴേ ഹെബ്രായ ലേഖനത്തിൽ ചെന്ന് അവസാനിപ്പിക്കുന്നത്.
റോമ 1:17 നിന്ന് ഹെബ്രായർ 10:36 പൗലോസിൻ്റെ വിശ്വാസ സഞ്ചാരം അത് എക്കാലവും നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്താ പൗലോസ് പറയണത്? എൻ്റെ നീതിമാൻ പറഞ്ഞേ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ ഈ റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ നിന്ന് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഹെബ്രായ ലേഖനത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ എന്നുള്ള വാക്ക് ഇവിടുന്ന് കിട്ടും. ഇറ്റ് ഈസ് ഹിസ് വേർഷൻ ആൻഡ് അഡിഷൻ. എൻ്റെ നീതിമാൻ അത് ദൈവം വെളിപ്പെടുത്തുന്നത് എപ്പോഴും ഒരു ഇൻറ്റിമസിയുടെ പശ്ചാത്തലത്തിലാണ് വെളിപാട് വർദ്ധിക്കുന്നത്. ഇൻറ്റിമസിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വെളിപാടുണ്ട്. നീ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും വെളിപാടുണ്ടെന്ന് വെച്ചാൽ നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ സൗന്ദര്യം, നിൻ്റെ ആരോഗ്യം, എവരിത്തിങ് നിൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ യാത്ര ആൻഡ് ഇറ്റ് ഈസ് എ കോൾ ടു ഇൻറ്റിമസി. അതായത് വിശ്വാസത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഓരോ യാത്രയും വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ഇപ്പോൾ റിബി ടീച്ചർ എന്നാ ചെയ്യണത്? അവർ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ല. ഒരു സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നു, പടുത്തു. പിന്നെ അവർ മെറിറ്റ് നഷ്ടപ്പെട്ട ആളായി മാറി. വയസ്സ് കൂടിയില്ലേ? അപ്പോൾ എന്നാ പറ്റും? 2 പ്രശ്നമാണ് റിബി ടീച്ചറിന്. റിബിൻ്റെ സാക്ഷ്യം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാൻ സാക്ഷ്യമെല്ലാം ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ, ചില ഉടമ്പടി ബേസ്ഡായിട്ടുള്ള മുഖമുദ്രയുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതാണ് ഞാൻ എപ്പോഴും ഈ ടോക്കിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചെടുക്കുന്നത്. ഇപ്പോൾ റിബി ടീച്ചറിൻ്റെ പ്രോബ്ലം എന്താ? നമുക്കത് ആ കേസ് ഹിസ്റ്ററി നമുക്ക് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? കേസ് ഹിസ്റ്ററി ഇപ്പോൾ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ്. ഇതുപോലെ നമ്മുടെ സാക്ഷ്യത്തിലും ചെയ്യണത് എന്താണ്? കേസ് ഹിസ്റ്ററിയാണ് എടുക്കുന്നത്. കേസ് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, ധ്യാനിക്കാൻ വേണ്ടിയാണ്. അതാണ് വ്യത്യാസം. സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. 119 സങ്കീർത്തനത്തിലെ 27 വാക്യം, നിൻ്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. ഏറ്റു പറഞ്ഞ്, നിന്റെ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും. അപ്പൊ സാക്ഷ്യം എന്തിനുള്ളതാണ്? ധ്യാനിക്കാനുള്ളതാണ്. നമ്മളത് ചെയ്യണം. അപ്പം റിലേറ്റീവ്സിൻ്റെ സാക്ഷ്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ധ്യാനിക്കുമ്പോൾ എന്താ കിട്ടണത്? ഒന്ന്, അവർ 17 വർഷമായിട്ട് അവർക്ക് ജോലിയില്ല. ജോലി ഇല്ലാത്തതിനെയല്ല, അവർക്ക് ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചിട്ട് അവസാനം അവിടെ ഏജ് ഓവറായി, അവർക്ക് ജോലി കിട്ടിയില്ല, അവർ പിന്തള്ളപ്പെട്ടു, അവർ 0 ആയി. ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? അവർക്ക് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളായപ്പോൾ ഒരു ആഗ്രഹം എന്താണ്? എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ, ഒരു സർക്കാർ ജോലി ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ നല്ലതായിരുന്നെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ അവർ ചെയ്യണത് എന്താ? അവർ ആലപ്പുഴയ്ക്ക് വണ്ടി കയറുന്നു. അതാണ് സംഭവം. ഇന്ന് മനുഷ്യൻ ചെയ്യണ കാര്യം അതാണ്. അവർ ചാലക്കുടി എന്ന് പറയുന്ന പോലെയല്ല. എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവർക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഓൺലൈൻ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ രാമപുരം എന്നും പറഞ്ഞൊരു മോള്, ഒരു എയർലൈൻ ഓഫീസർ സാക്ഷ്യം പറഞ്ഞ്, അവർ ഓൺലൈനോട് അവർക്കിവിടെ നിന്ന് എത്താൻ പറ്റണില്ല. അവരെന്ത് ചെയ്ത്? ഓൺലൈൻ ഉടമ്പടി ചെയ്ത്. അവർ ഓൺലൈൻ ഉടമ്പടി വെച്ചാൽ മറ്റ് കോണ്ടിനെൻറ്റിലുള്ള ആൾക്കാർക്ക് ദൈവമായിട്ട് ഇടപെടാനും കൃപാസ്ഥാനത്താരുടെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി മാറാൻ വേണ്ടി ദൈവദരിസ്ഥനെ സമർപ്പിതരാകാൻ ദൈവം വിളിക്കപ്പെട്ട ആൾക്കാരാണ് ഉടമ്പടി ചെയ്യുന്നതും ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതും. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ജീവിതം
ഒരു ദർശനമുണ്ടായി. അതായത് കർത്താവിൻ്റെ മുൾക്കിരീടത്തിൻ്റെ പകുതിയോളം കാണിക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ചുവന്ന രക്തത്തുള്ളികൾ ഇറ്റ് വീഴുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാർത്ഥന ആരാധന സമൂഹത്തിലേക്ക് കർത്താവ് തൻ്റെ രക്തത്തുള്ളികൾ തളിക്കുന്നു, നിന്നെ വിശുദ്ധീകരിക്കുന്നു, നിന്നെ സൗഖ്യപ്പെടുത്തുന്നു, നിന്നെ ശക്തിപ്പെടുത്തുന്നു. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. കൈകൾ വീശിക്കൊണ്ട് ആരാധന. കർത്താവേ, മക്കളെ പ്രാർത്ഥിച്ചു, അങ്ങനെ മക്കളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും കർത്താവേ, മാരക രോഗികളെ, ശരീരം മുഴുവൻ രോഗമുള്ളവര്, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രോഗബാധിതരെ ഈശോ സ്പർശിക്കണമേ. വാതരോഗികളെ, കിഡ്നി രോഗികളെ, എപ്പിലെപ്സി രോഗികളെ കർത്താവേ സ്പർശിക്കണമേ. ഓട്ടിസം രോഗികളെ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരെ കുട്ടികളെ സ്പർശിക്കണമേ. ഗർഭിണികളെ, ഗർഭത്തിൽ കർത്താവേ അബോർഷന് വേണ്ടി കർത്താവെ പറഞ്ഞിട്ടുള്ളവരെ, അതിനുവേണ്ടി വേദനിക്കുന്നവർ കർത്താവെ, ആഗ്രഹമില്ലാത്തവരെ, അവിടെ വയറില്, അവിടെ നിറവയറില് കർത്താവെ സ്പർശിക്കണമേ. യേശുവിന്റെ തന്ത്രി, യേശുവിന്റെ ശക്തി എല്ലാ ഗർഭിണികളെ സ്പർശിക്കട്ടെ. മക്കളില്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ വിശ്വാസ യാത്രയിലെ നമ്മൾക്ക് അവസാനം കിട്ടുന്ന എന്താണ്? റോമ 1:17 നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കാം. പക്ഷേ ആ ലേഖനം അവസാനിക്കുന്ന ഹെബ്രായർ 10:36 എന്താ പറയണത്? എൻ്റെ നീതിമാൻ പറഞ്ഞേ, വിശ്വാസം മൂലം ജീവിക്കും. അപ്പൊ എൻ്റെ എന്ന് പറയുന്ന വിഷയം അവിടെ കൂട്ടിച്ചേർത്തതാണ് പരിശുദ്ധാത്മാവ്. വിശ്വാസയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു വിഷയം, നമ്മൾ ദൈവത്തിൻ്റെ ഓൺ കക്ഷിയായി മാറുന്നു എന്നുള്ളതാണ്. അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ടാവും. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾക്ക് ദൈവമായിട്ടൊരു ഇൻറ്റിമസി വരാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം, ദൈവം നമ്മൾക്ക് ഒരു കടക്കാരനായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താ നമ്മളല്ലേ കടക്കാരൻ, എങ്ങനെ ദൈവം കടക്കാരനാകണം? അതൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേക മാനമാണ്. ദൈവപൈതലേ, നീ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയം നിനക്ക് കിട്ടണില്ലെന്ന് വിചാരിച്ചോ? ഇന്നാകാം, നാളെയാകാം, അല്ലെങ്കിൽ ഇന്നലെയാകാം. പക്ഷെ ദൈവത്തിന് ഇന്നലെയും നാളെയും ഇല്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നലത്തെ കാര്യമാണ് ഞാൻ ഇപ്പോഴും നീ ചിന്തിക്കേണ്ടത്, ഇന്നലെ നിൻ്റെ ജീവിതത്തിലെ. അപ്പോൾ ദൈവത്തിന് അത് ഇന്നാണെന്ന് നീ ഓർക്കണം. വർത്തമാനമാണ്. ദൈവം എവർ പ്രസൻറ്റിലുള്ള ആളാണ്, ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇന്നലെ നിൻ്റെ ജീവിതത്തിൽ നീ ഒരു കാര്യം ചോദിച്ചു, തന്നില്ല. നീ എന്താ ചോദിച്ചത്? നീ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ നീ കർത്താവിനോട് ചോദിച്ചു, ഇതാണ് കർത്താവെ, ഒരു കുടിയനായ മനുഷ്യൻ എനിക്ക് ഭർത്താവായിട്ട് ഒരിക്കലും തരരുത്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, കുടിയന്മാരുടെ കൂടെ ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കത്തില്ല. അത് കണ്ണീരോടെ നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ച മുഴുവൻ അതാണ്. പക്ഷേ നിനക്ക് തന്നത് കൃത്യമായിട്ട് അയാൾ തന്നെ ഇരിക്കും. നീ ആരെ തരണ്ടെന്ന് പറഞ്ഞു, അയാളെ തന്നിരിക്കും തന്നത്. അപ്പോൾ എന്താ സംഭവിക്കണത്? ഇത് ആസ്തി വികസനമെന്ന് നമ്മൾ പറയത്തില്ലേ? ആസ്തി വികസനം എന്താ കാര്യം? നീ ഇത് സന്തോഷത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ നിൻ്റെ 10 കൊല്ലത്തെ പ്രാർത്ഥന
ദൈവതിരുസന്നിധിയിൽ ദൈവം നിൻ്റെ കടക്കാരനായി മാറുകയും നിൻ്റെ ആസ്തി വികസിപ്പിക്കുകയും ചെയ്യും. ഇത് നിന്നെ ഇൻറ്റിമസിലോട്ടാണ് വിളിക്കണത്. അത് നീ അറിയണം. നീ ഓർത്ത് ദൈവം എന്നെ കൈവിടിഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ദൈവം എന്നെ കൈവിട്ടുന്നു. പക്ഷെ അതല്ല സംഭവിച്ചത്. നീ ഈ വിഷയം എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ കർത്താവിൻ്റെ എൻ്റെ നീതിമാനായി മാറും. എൻ്റെ നീതിമാൻ വിശ്വാസം പോലും ജീവിക്കുമെന്ന് പറഞ്ഞില്ലേ? എൻ്റെ എങ്ങനെ വന്നതാണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ് അൺകണ്ടീഷണലായിട്ട് യാതൊരു നിബന്ധനകളുമില്ലാതെ നിറവേറ്റാൻ ആര് കരുത്ത് പ്രാപിക്കുന്നുവോ അവർ ഈശോ പറയും മൈ ഓൺ, എൻ്റെതെന്ന് പറയും. നമ്മൾ ലോകത്തിൻ്റെതാണ്, ഭർത്താവിൻ്റെതാണ്, ഭാര്യയുടേതാണ്, മക്കളുടേതാണ്, നാട്ടുകാരുടേതാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരുടെയാണെന്നൊക്കെ പറഞ്ഞാലേ ഇതെല്ലാം 70 കൊല്ലത്തെ ബിസിനസ്സേ ഉള്ളൂ. 70 കൊല്ലം കഴിയുമ്പോൾ ഗുഡ് ബൈ. നീ കർത്താവിൻ്റെതല്ലെങ്കിൽ ഒരിക്കലും നീ ആരുടേതുമാകത്തില്ല. അതുകൊണ്ട് കർത്താവ് നിന്നെ കളയാതിരിക്കാൻ, അവൻ്റെ സ്വന്തമാകാൻ വേണ്ടി അവനോടുകൂടെ നിനക്കുള്ള ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതിനകത്ത് പലപ്പോഴും കൊടുക്കുക വാങ്ങലുകളിലെ കർത്താവ് നിനക്ക് ഇങ്ങോട്ട് തരാനേ ഉള്ളെങ്കിൽ, അത് നീ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്തിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന്. അതാണ് പൗലോസ് പറയണത്. ദൈവത്തിൻ്റെ സ്വന്തവും യേശു ക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്ന് പൗലോസ് പറയത്തില്ലേ? നമ്മൾ 1:6 വായിക്കുമ്പോൾ, റോമ 1:6, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തവും പറഞ്ഞ് ക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും ഈ സ്വന്തമാണ് ഹെബ്രായ 10:36 എൻ്റെ നീതിമാൻ. പക്ഷേ എൻ്റെതെന്ന് പറയണതും സ്വന്തമെന്ന് പറയണതും എങ്ങനെയാണ് ആയിത്തീരണത്? നിൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. അത് നിനക്ക് ദൈവത്തോട് സന്തോഷത്തോടെ സമർപ്പിക്കുമ്പോൾ നീ ദൈവമായിട്ടുണ്ടാക്കുന്ന ഇൻറ്റിമസിയിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വന്തമാകണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കേട്ട പ്രാർത്ഥനയെക്കാളുപരി എൻ്റെ ഇന്ന് വരെ കേൾക്കാത്ത പ്രാർത്ഥനയിലെ എനിക്ക് നിരാശയും സങ്കടവും ഉണ്ടായിരുന്നത് ഇപ്പോൾ സന്തോഷപൂർവ്വം അങ്ങയോടുള്ള സ്നേഹത്തിന്റെ സമർപ്പണമായി ഞാൻ കാഴ്ചവെക്കുന്നു. ഓ കർത്താവേ, ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോഴേ എന്നെ മുടിധരിപ്പിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതിക്കട്ടെ. വിശുദ്ധീകരിക്കണം. എന്തിനാണ്? ദൈവം ശക്തീകരിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് മേഖലകളിൽ നമുക്ക് ദൈവത്തെ കിട്ടുന്നത് ശക്തിയുടെ രൂപത്തിലാണ്. എന്നിട്ട് വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്കത് പഠനമായിട്ടും വിജയമായിട്ടും ജോലിയായിട്ടും അങ്ങനെ വീടായിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോരോ മനുഷ്യർക്ക് ഓരോ തരത്തിലുള്ള ബലഹീനമായ സാഹചര്യങ്ങളല്ലേ. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം കേട്ടത്, 28 കൊല്ലം അവർക്ക് പട്ടയമില്ല, പുറമ്പൊക്കെ താമസിക്കുന്ന കക്ഷി 28 കൊല്ലമായിട്ട് പട്ടയമില്ല. അവർ പുറമ്പൊക്കെ താമസിക്കുകയാണ്. ഈ ഉടമ്പടി ഇപ്പോൾ വന്നപ്പോൾ എന്നാ പറ്റുമെന്നറിയാമോ? എല്ലാവർക്കും ഒരു പുതിയ പ്രത്യാശ കൊടുക്കാൻ തുടങ്ങി. അവർ തോന്നി ഉടമ്പടി എടുത്ത അമ്മമാതാവ് പട്ടയം തരും എന്ന് വിചാരിച്ചു. കാര്യം സാക്ഷ്യങ്ങളാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം സാക്ഷ്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പ്രത്യാശ വരും. ദൈവം നമ്മുടെ കൂടെ വിരിക്കുന്നു എന്നല്ലേ. നമ്മുടെ സക്കറിയാൻ്റെ വിശുദ്ധ നമ്മുടെ യോഹന്നാമാന്താൻ്റെ അപ്പം സക്കറിയ പുരോഹിതൻ, അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയണ ഒരു കാര്യമുണ്ട്. എന്താ?
വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:68 ഏറ്റു പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ സന്ദർശനം എന്ന് പറഞ്ഞ് വെറുതെ വന്ന് പോകുകയല്ല. എന്താ ചെയ്യണത്? രക്ഷിക്കാനാണ് സന്ദർശനം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് സന്ദർശനം ഉള്ളത്. സന്ദർശനം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ സഞ്ചാരി മാതാവിൻ്റെ സത്യാനുഭവം ഉണ്ടാകാൻ കാരണങ്ങളിലൊന്ന് ഈ വാഗ്ദാന പ്രകാരമാണ്. പണ്ട് മാലാഖമാരെ ദൈവം വിട്ടതിന് പകരം ഇന്നും അമ്മയല്ലേ വരണത് ലോകം മുഴുവനും, അല്ലേ? ഇപ്പം മാലാഖമാർ വരുന്നില്ലല്ലോ. അതിന് ലൂർദിലും ഫാത്തിമയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃപാസനത്തിൽ ഉൾപ്പെടെ ആരാണ് ബൈപ്പേഴ്സം വരണത്? ആരാണ്? അമ്മയാണ്. അമ്മ വരാൻ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷയായിട്ട് അവർ വരികയാണ്. സന്ദർശനമാണത്. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഇന്നും തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷകനായ എൻ്റെ ദൈവമേ, രക്ഷകനായ എൻ്റെ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന അമ്മയുടെ ഇടപെടലുകളും ലൂക്കാ സുവിശേഷം 1:68 പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങ് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ സന്ദർശനമായി തിരിച്ചറിയാൻ എഫേസ്യ ലേഖനം 1:18 അടിയനും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ, അങ്ങ് പ്രകാശിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശക്തമായി ശ്രദ്ധിക്കട്ടെ. ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. തളരലേ നെഞ്ചൊന്നു നീരിടലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനും നിവിടേ കൈവീശിക്കൊണ്ട് കരയലേ തളരലേ നെഞ്ചൊന്നു നീരിടലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദനും നിവിടേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറമ്പോക്കിൽ 28 വർഷമായി താമസിക്കുന്ന ആളാണ്. അപ്പം എന്താ പ്രശ്നം? അവർക്ക് UA നമ്പർ പോലും കിട്ടത്തില്ല, ചിലപ്പോൾ റേഷൻ കാർഡ് പോലും കിട്ടത്തില്ല. ചില വെള്ളംപുറത്ത് താമസിക്കുന്നവർക്കൊക്കെ അവരുടെ ഒരു സ്വാധീനവും അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന സംഘടനക്കാരുടെയും പാർട്ടിക്കാരുടെയൊക്കെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചില രേഖകൾ കിട്ടും. പക്ഷേ അപ്പോഴും പട്ടയം കിട്ടത്തില്ല. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ്റെയൊക്കെ വീട് കൊടുക്കുന്നില്ലേ, അപ്പോൾ അതിന് കിട്ടണമെങ്കിൽ പട്ടയം വേണ്ടേ? അപ്പോൾ എല്ലാവർക്കൊക്കെ കിട്ടാൻ തുടങ്ങി, അവിടെ അടുത്തുള്ളവർക്കൊക്കെ കിട്ടി. പക്ഷേ ഇവർക്ക് പട്ടയമില്ലാത്ത കൊണ്ട് അതിന് അപേക്ഷ കൊടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവർക്ക് പിന്നുള്ള ആശ്രയം എന്താണ്? അവരുടനെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. 28 കൊല്ലം ഇങ്ങനെ കണ്ണീരിൽ കിടക്കുന്ന ഒരു ജനം പെട്ടെന്ന് അവരുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അവരോട് വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ
ഈ സഞ്ചാരി മാതാവ് ഉടമ്പടി വരുന്നൊരു വിഷയം പ്രസൻസാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് ഈ 32-ാമത്തെ സങ്കീർത്തനമില്ലേ, 8-ാമത്തെ തിരുവചനം എന്താ പറയണത്? നീ നടക്കേണ്ട വഴി, പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. എൻ്റെ ദൈവത്തിലെ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ്, ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർ രക്ഷപ്പെടുന്നൊരു വചനമാണിത്. എന്താണ് ഈ 32:8 സങ്കീർത്തനം? എന്താണ്? നീ നടക്കേണ്ട വഴി, പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പൊ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുമ്പോൾ ദൈവം എവിടെയായിരിക്കും നിൽക്കണത്? നിന്റെ മുമ്പിലല്ലേ? നിന്നോട് മുഖാമുഖം കർത്താവ് നിന്നോട് മുഖാമുഖം അടുത്ത് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യല്ലേ? നീ ഒരു വ്യക്തി, ദൈവം ഒരു വ്യക്തി. ഉടമ്പടി മനുഷ്യനിർമ്മിതമല്ലല്ലോ. ഉടമ്പടി മനുഷ്യനിർമ്മിതമല്ല. അതിൻ്റെ സോൾ ആൻഡ് ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആരാണ്? ദൈവം മുൻകൈയെടുത്ത് ചെയ്ത കാര്യമാണ്. പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ഒരു നൊവേന, അത് ഒരു മനുഷ്യൻ ഹ്യൂമൻ ഇനിഷ്യേറ്റീവാണ്. ആരോ നല്ല ഭക്തന്മാർ കണ്ടുപിടിച്ച ഒരു വഴിയാണ്. പക്ഷെ ഉടമ്പടി ദൈവം തൻ്റെ ജനത്തെ സഹായിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ദൈവിക പദ്ധതിയാണ്. അതാണ് വിഷയം വരുന്നത്. ഈ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതൊരു ഡിവൈൻ ഇനിഷ്യേറ്റീവിൽ വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ ഉടമ്പടി തന്നെ ആദവുമായിട്ട് ചെയ്യണതാണ്. ഉടമ്പടിക്ക് എപ്പോഴും 2 ഭാഗങ്ങളുണ്ടാവും. എന്താണ്? നിബന്ധന ഉണ്ടാവും, ദൈവത്തിൻ്റെ നിബന്ധന ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? അതിൻ്റെ വാഗ്ദാനവും ഉണ്ടാവും. നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞ് നിബന്ധന ഉണ്ടെന്ന് പറയും. എന്താണ്? തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് ഫലം പറിക്കരുത്. പറിക്കാത്തതല്ല പ്രശ്നം, ദൈവത്തിൻ്റെ വാക്കാണ് പ്രശ്നം അവിടെ. അതായത് നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്നുള്ളതല്ല പ്രശ്നം, അതോടുകൂടി ദൈവത്തിനെന്ത് സംഭവിക്കുമെന്നുള്ളതാണ് വിഷയം. എല്ലാവരും പാപം ചെയ്യുമ്പോൾ നമുക്കെന്ത് സംഭവിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മളെ കേന്ദ്രീകരിച്ചാണ് പറയണത്. അല്ല, ഒരു പാപത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കും? എന്താണ്? ദൈവം നിന്നിൽ നകന്നു പോകുന്നു. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതിന് പുത്രൻ തമ്പുരാൻ്റെ കാലത്ത് മാറ്റമില്ലല്ലോ. പിതാവായ ദൈവം എന്ത് പറഞ്ഞു അത് തന്നെയാണ് പുത്രൻ തമ്പുരാനും പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു. അപ്പം കൽപ്പന അല്ല പ്രശ്നം. കർത്താവിൻ്റെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ശാഖ മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖ കരിഞ്ഞു പോണതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളും കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആണ് ദൈവം ഈ കൽപ്പനകൾ നൽകുന്നത്. അപ്പോഴും ഓർക്കണം, എന്തിനാണ്? നിത്യമായിട്ട് തയത്തിട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടി എടുക്കുന്നതോടുകൂടി അങ്ങയുടെ വചനത്തോട് അത് പാലിച്ചുകൊണ്ട് ഐക്യപ്പെട്ട് നിൽക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം സാക്ഷീകരിക്കാനുള്ള പ്രത്യേക ഉൾക്കാഴ്ചകൾ നൽകണമേ. പ്രിയപ്പെട്ട എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇത് അച്ഛനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, പ്രാർത്ഥിക്കാം, പക്ഷേ കഥയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് എപ്പോഴും പറയും കേൾക്കാൻ ചെവിയുള്ളവൻ. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ചെവി ഇല്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതിപ്പോൾ 13:9 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് വെച്ചാൽ അർത്ഥം, നമുക്ക് ഈ ചെവി കൊണ്ട്, ഈ കോളാമ്പി കൊണ്ട് വലിയ കഥ ഒന്നും ഇല്ലെന്നാണ് പറയണത്. വചനം കേൾക്കാൻ ഈ സാധനം പോരാ.
കർത്താവ് പറയണത് ആന്തരിക അഭിഷേകമാണ്, വചനം ശ്രവിക്കാനുള്ള ആന്തരിക അഭിഷേകം. അതുകൊണ്ടാണ് വചനം ശ്രവിക്കാൻ ആന്തരിക അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മണിക്കൂറോളം ഇരുന്നുണ്ട് വചനം കേൾക്കുകയും വായിക്കുകയും വചനം കേൾക്കുമ്പോൾ തുള്ളിച്ചാടുകയും കുതിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് തന്നെ പുതിയ അപ്പോൾ ആ സംവേദനമായല്ലോ, അപ്പോൾ പുതിയ വഴികൾ തിരിഞ്ഞു കിട്ടാം, പുതിയ വഴികൾ. ഇപ്പം ഈ ഉടമ്പടി, ഈ പട്ടയക്കാരത്തേക്ക് എന്താ പ്രശ്നം? അവർ ഉടമ്പടി എടുത്ത് അവരെന്ത് ശുദ്ധമായ ഒരു നല്ല സ്ത്രീയാണെന്ന് നോക്കിയേ. അല്ലെങ്കിൽ അവർ കിട്ടുമായിരിക്കും അല്ലേ? 18 കൊല്ലം കിട്ടാത്ത 28 കൊല്ലം കിട്ടാത്ത കൊട്ടയെ ഉടമ്പടിപ്പ് എവിടുന്ന് കിട്ടാനാണ് എന്ന് വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അവർ ചിന്തിക്കും. പക്ഷെ അവർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ വിശ്വാസമാണുള്ളത്. അവരെ ചിന്തിച്ച മാതാവ് തരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അതെന്താണ്? അത് 32:8 നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അവർക്കൊരു ഉപദേശം കിട്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, വീട്ടിൽ ചെന്നപ്പോഴും. മകളെ, നീ ഇത് ആഗ്രഹിക്കുന്ന പറഞ്ഞ സത്യമാണ്, പക്ഷെ നീ അപേക്ഷ കൊടുത്താ രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ വെള്ള പേപ്പർ എഴുതി. അത് ആരും പറഞ്ഞില്ല, അവിടെ മനസ്സിൽ അമ്മ തോന്നിക്കണാണ്. രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. രാവിലെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. ഒരു കാര്യമില്ല, ഞങ്ങളവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പട്ടയം തന്നെ. ആ ഒരു വിഷയം വില്ലേജ് ഓഫീസറിന് ഈസിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. റവന്യൂ ഓഫീസറിനൊക്കെ പോട്ടെ, പിന്നെ അത് രാഷ്ട്രീയ തീരുമാനം വന്നം പഞ്ചായത്തിൽ വെക്കണം, അങ്ങനെ കുറേ എന്തെല്ലാം നൂലാമാലകൾ പറയണമെങ്കിൽ പറയാം. പക്ഷെ മാതാവ് ഒന്നും പറയിപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നാക്കും കെട്ടും കൈയും കെട്ടും. കൈ അഴിക്കുക മാത്രമല്ല, കൈ തിരിച്ച് കെട്ടുകയും ചെയ്യും. അത് വചനത്തിൻ്റെ ഒരു റിവേഴ്സാണ്. അതായത് പണിതുയർത്താനും ഇടിച്ച് തകർക്കാനും ഞാൻ നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു. തിരിച്ചു തിരിയും. അപ്പോൾ ഇവരുടെ കൈയും കാലും കെട്ടി 24 മണിക്കൂറിൽ ഈ മനുഷ്യനെ എഴുതി കൊടുക്കും പട്ടയം. കൈ ഇടിച്ച് കർത്താനും കാരുണ്യത്തിന് എന്താ ഇങ്ങനെ ശ്രദ്ധിക്കണ വെച്ചാൽ, അതായത് നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തത്തില്ലേ, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ഈ മൂവ്മെൻറ്റ് നടത്തുന്നത്. പക്ഷെ നമ്മൾക്കത് അറിയത്തില്ല. ദൈവം CCTV ക്യാമറയാണെന്ന് പറയുകയല്ല, ഒരു ഭക്തൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ദൈവത്തിന് നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയാണ്. കാര്യം ഈ ടീച്ചറില്ലേ, നമ്മൾ പറഞ്ഞ ആ ടീച്ചർ പറയുന്ന റിബി ചാലക്കുടി ഇങ്ങോട്ട് മൂവ് ചെയ്യണം ആലപ്പുഴയ്ക്ക്. അവിടെ പ്രശ്നം എന്താ? അവിടെ പ്രശ്നം വെച്ചാൽ 17 കൊല്ലമായിട്ട് അവർക്ക് ജോലിയില്ലാത്തതാണ് അവരുടെ പ്രശ്നം. അവർക്ക് സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവരുടെ ഏജ് ഓവറായി. ഇനി അവർക്ക് എഴുതിയെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണം, ഭക്ഷണം കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പോകണം. അപ്പം അതുകൊണ്ട് അവർ ഇവിടെ മുമ്പിലുള്ളൊരു വഴി എന്താണ്? ഉടമ്പടി, ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുക. അവർ ആലപ്പുഴയിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ അപ്പം നിങ്ങൾ നീ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ദൈവനിരീക്ഷണത്തിലാവും. അത് നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ പോകുന്നതും നടക്കുന്നതും ഒന്നും ആരും കാണുന്നില്ലെന്ന്, നിങ്ങളുടെ മനസ്സറിയുന്നില്ലെന്ന് ഓർക്കരുത്. കാര്യം 39-ാം സങ്കീർത്തനം അത് തന്നെയാണ് പറയണത്. എന്താ പറയണത്?
നീ നടക്കുന്ന സ്തുതിക്ക മക്കളെ, സ്തുതിക്കട്ടെ മക്കളെ. യേശു ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 139 വായിച്ചോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം. 139 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. 139 സങ്കീർത്തനം 1-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ കർത്താവേ, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഉറപ്പായില്ലേ? ഇപ്പം നമ്മൾ ഒരു ഇൻസ്പെക്ഷനിലൂടെയാണ് പോണത്. ദൈവം നിന്നെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടാണ്. നിൻ്റെ ഒരു മൂവ്മെൻ്റ് എല്ലാം ഇൻസ്പെക്ഷനാണ്. കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നിനക്ക് ജപ്തി നടപടി വരാൻ പോകുന്ന കാര്യം കർത്താവ് അറിയുന്നു. നീ അതിനായി കണ്ണീരിട്ടിരിക്കണമെന്ന് കർത്താവിനറിയാം. നിൻ്റെ ഷോപ്പിൽ കച്ചവടമില്ല, കർത്താവിനറിയാം. നിൻ്റെ ഷോപ്പ് വാടകക്കാരന് കൊടുത്തിട്ട് അവൻ ഒഴിയണമില്ല, നമുക്ക് വാങ്ങിക്കാനും പറ്റണില്ല, കർത്താവിനറിയാം. നിൻ്റെ മൂവ്മെൻറ്റ്സുകളെ ഞാൻ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ക്ലിയർ അല്ലേ? പക്ഷേ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. അവിടെയാണ് വിഷയം വരുന്നത്. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. അങ്ങയുടെ വചനത്തിലെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ.